ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നോമ്പ് തുറയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സ്നാക്സ് ഉണ്ടാക്കണം കേട്ടോ ഈ കാണിക്കുന്നത്. ഇതെന്താ പറയുക, ഒരു വെറൈറ്റി സ്നാക്സാണ്. ഇങ്ങനെ നമ്മൾ മാവുണ്ടല്ലോ, മൈദൻ്റെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ചുകൊണ്ട് മുട്ട ഇങ്ങനെ ജസ്റ്റ് ഇതാക്കി കാണാനുള്ളൊക്കെ ഒരു സംഭവമാണ്. പിന്നെ അതങ്ങനെ എയർ ഫ്രയറിലിട്ട് കാണാൻ ജസ്റ്റ് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇത് കളറൊക്കെ മാറണമല്ലോ. പിന്നെ അതിന് ശേഷം ഒരു പാൻ എടുത്തുകൊണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അത് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം പിന്നെ ജീരകം ഉണ്ടല്ലോ, അത് രണ്ട് വലിയ ജീരകം ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ടുകൊണ്ട് നന്നായിട്ട് വാട്ടിയെടുക്കുകയാണ്. കൂടെ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല, പിന്നെ അത് എന്താ പറയുക, ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല കേട്ടോ തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കനും പിന്നെ ചപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കുറേയൊന്നുമില്ല, കുറച്ച് സോസ് കുറച്ച് സോസ് ഇട്ടെടുത്തുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയല്ലോ, ആ സ്നാക്സിൻ്റെ സംഭവങ്ങളാണ്. ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, പത്തിരിയല്ല ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുത്തതിന് ശേഷം അതിക്ക് മുട്ട നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തടവി കൊടുക്കല്ല, ഇങ്ങനെ മേലെ കുറച്ച് ആക്കിയതിന് ശേഷം അതിക്ക് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഉണ്ടല്ലോ, അപ്പം തന്നെ ഉണ്ടാക്കിയ ആ മിക്സ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം എന്താണ്ട് മടക്കി വെക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മേലെയും കുറച്ചും കൂടിയും മുട്ട കലക്കി വെച്ചതാണ് കേട്ടോ, അത് വേറെ ഒന്നുമല്ല, മുട്ട കലക്കി വെച്ചതാണ്. അത് സൈഡിലൊക്കെ പാടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ ഒരു 4 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫില്ലിങ് നമ്മൾ കാണിച്ചെന്നല്ലോ നേരത്തെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്ത് കാണും. പക്ഷേ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ മുട്ടൻ്റെത് ബട്ടറാണോ നെയ്യാണോ വിചാരിക്കും. പക്ഷേ ഒന്നുമല്ല, മുട്ടൻ്റെ ഇതാണ് ഒരു വെറൈറ്റി സ്നാക്സാണ്. അപ്പോൾ ഇടുന്ന കൊളനാട്ടൊക്കെ അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഉണ്ടാക്കുന്നത്, എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടു, ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അത്ര ഉള്ളൂ. പിന്നെ എന്താണ്ട് ബാക്കിയുള്ളത് കുറച്ച് അതിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എയർ ഫ്രയർ അല്ലെങ്കിൽ ഓവൻ ആണെങ്കിൽ ഓവൻ. അത് നമ്മൾ എന്താ പറയുക, ഈ മുട്ടൻ്റെ ഇതൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതൊക്കെ വേവണമല്ലോ. പിന്നെ മൈദൻ്റെ ഇതുണ്ടല്ലോ, പത്തിരി പോലുള്ള സാധനം, അപ്പോൾ അതൊക്കെ ഒന്ന് വേവണമെങ്കിൽ കുറച്ചേരൊക്കെ ഒന്ന് വെക്കണം. അപ്പോൾ അതാണ്ട് ഇങ്ങനെ നമ്മൾ പപ്പടം പോലെ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഇതാണ് അന്നത്തെ നോമ്പ് തുറ. കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടായിരുന്നു, പിന്നെ വത്തക്കൻ്റെ ഇതുണ്ടല്ലോ, തേങ്ങാപ്പാലൊക്കെ വെച്ചാണ്, അങ്ങനെ കുറച്ചൊക്കെ ജ്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നിസ്കരിച്ചതിന് ശേഷം നമ്മളെ ഇടിയപ്പം പറയും, നൂൽപുട്ട് എന്നൊക്കെ പറയും, അപ്പോൾ അതും ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.